കാന്താര ചാപ്റ്റർ 1 വലിയ ഹിറ്റായിട്ട് മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനമുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജയറാം ആ സിനിമയിൽ ഒരു കേന്ദ്ര കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. രാജശേഖര രാജാവാണ്. ഞാൻ ആ പേശം ഒന്ന് പറഞ്ഞു, അത് ജയറാമിന് ഇഷ്ടപ്പെടുവോ ആവും. ജയറാം നമുക്കൊപ്പം ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്നും. ജയറാം, വെരി ഗുഡ് മോർണിംഗ്. ഹായ് അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ആ കഥാപാത്രത്തിന്റെ പേര് പ്രേക്ഷകരോട് പറഞ്ഞു, കുഴപ്പമില്ലല്ലോ? രാജശേഖര. അയ്യോ, ധൈര്യമായിട്ട് പറയാം. ഓക്കെ, രാജശേഖര ഒരു രാജാവായിട്ടാണ് ശ്രീ ജയറാം അതിൽ വരുന്നത്. ഗംഭീര പ്രകടനമാണെന്നാണ് കണ്ടവരൊക്കെ, ഞങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് പോയവരൊക്കെ പറയുന്നത്. ഗംഭീരമായിരുന്നു എന്നാണ്. എങ്ങനെയായിരുന്നു ഈ കാന്താരയിലെ ഒരു അഭിനയത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഇത് ഏകദേശം ഒരു 3 വർഷം മുമ്പ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ആ സിനിമ കണ്ട ശേഷം എനിക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചൊന്ന് വിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ തേടി അദ്ദേഹത്തിന്റെ കോള് വരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ ഫാനാണെന്ന് പറഞ്ഞു. അദ്ദേഹം നമ്മുടെ കർണാടക കേരള ബോർഡറിലാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കാലം അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്, നമ്മുടെ കാസർഗോഡ് തൊട്ടങ്ങോട്ട്. അപ്പൊ അന്നത്തെ കാലത്ത് എല്ലാ മലയാള സിനിമകളും പുള്ളി കാണാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് എന്നെ വിളിച്ചത്. അപ്പൊ വിളിച്ചപ്പോ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ അടുത്ത കാന്താര 2 ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്യാനായിട്ട് വരണം എന്ന് പറയുകയും അദ്ദേഹം കഥ പറയുകയൊക്കെ ചെയ്തപ്പോ സത്യത്തിൽ ഭയങ്കര ഒരു ത്രില്ലായി പോയി. കാരണം അത്ര മനോഹരമായ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ ഒരു യാത്ര ഞാൻ പറയുന്നില്ല, അത് സിനിമ കാണുന്നവർക്കാണ് അതൊരു സസ്പെൻസ് ആണ്, അവസാനം ഈ കഥാപാത്രം എങ്ങനെ മാറുന്നു എന്നുള്ളത്. അപ്പോ 1000 കോടി ടച്ച് ചെയ്യാൻ പോകുന്ന, അതിനേക്കാൾ മുകളിൽ പോകുന്നതാണ് പ്രൊഡ്യൂസറെ ഞാൻ വിളിച്ചപ്പോൾ അറിഞ്ഞത്. അത് അങ്ങനെ ആവട്ടെ. അതിന്റെ എന്റെ ഗെറ്റപ്പാണ് അതിൽ. എങ്ങനെയുണ്ട് അരുൺ? അതെ, ക്രാഫ്റ്റ് മികച്ച കാണണം, മികച്ച ക്രാഫ്റ്റ്. അതാണ് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നൊരു വിഷ്വലും കൂടി കൊടുക്കുന്നുണ്ട്. ആ ക്രാഫ്റ്റ് മികച്ചതായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാന്താര ആദ്യം കണ്ടപ്പോൾ എങ്ങനെയാണോ ആ ക്രാഫ്റ്റ് ഫീൽ ചെയ്തത്, ആ ക്രാഫ്റ്റ് അതേപടി ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനും മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നൊരു വിവരം. ഞാൻ ആ ക്രാഫ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സിനിമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അഭിപ്രായം വരുന്നത് കേട്ടോ. സിനിമയുടെ കഥയുടെ ത്രെഡിൽ പ്രത്യേകിച്ച് താങ്കളുടെ റോളുകളടക്കം ഗംഭീരമായിരുന്നു എന്നാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിരുന്നോ? ഫാമിലിയായിട്ട് പോയിരുന്നു കണ്ടിരുന്നോ? അതോ? ഇല്ല, ഞാൻ ഇന്നാണ് പോകാൻ പോണത് ചെന്നൈയില്. ഞങ്ങളുടെ ഈ 80s എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, അരുൺ അറിയായിരിക്കും, ചെന്നൈയില്. ഞങ്ങൾ 80 കാലഘട്ടങ്ങളിൽ സിനിമയിൽ വന്ന എല്ലാരും കൂടിയുള്ള ഒരു റീജോയിനിങ് ഉണ്ട്. അത് ഇന്നാണ് ചെന്നൈയില്. അപ്പോ നമ്മുടെ മോഹൻലാൽ സാർ തൊട്ട് രജനീകാന്ത് തൊട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചൊരു വർഷം കൂടാറുണ്ട് എല്ലാ വർഷവും. അത് ഇന്നാണ്. ശരി, മോഹൻലാലൊക്കെ അവിടെ ഉണ്ടോ? ലാൽ സാറൊക്കെ വരും, എല്ലാവരും വരും, എല്ലാ വർഷവും ലാൽ സാറും എല്ലാം വരാറുണ്ട്. ഓക്കെ, അപ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നല്ല റെസ്പോൺസ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ ഈ സിനിമയിലെ കാന്താര ചാപ്റ്റർ പോലെ ഒരു വലിയ ക്യാൻവാസിലുള്ളൊരു സിനിമ മറ്റ് ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കമലഹാസനോടൊപ്പം ഉള്ള റോളുകളൊക്കെ അങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ സിനിമ അതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നു അല്ലേ? മണിരത്നത്തിന്റെ പൊന്നിയിൻ സെൽവൻ ഇതേപോലത്തെ ഒരു വലിയ ഇതായിരുന്നു സാർ. 2 പാർട്ടായിട്ട് ഇറങ്ങിയ അതിലും എന്റെ മനോഹരമായിട്ടുള്ള വേഷമാണ് ആൾവാർക്കടിയൻ നമ്പി എന്ന് പറയുന്നത്. അത് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ശരിക്കും ഇതിന്റെയൊക്കെ അരുൺജി ഒരു നല്ല മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അതിനിടയ്ക്കുള്ള സമയത്താണ് ഞാൻ ഈ പോയി മറ്റു ഭാഷകളിലെ സിനിമകൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിനിമയും കൂടി എനിക്ക് കിട്ടിയെന്നുള്ള സന്തോഷം പറയണം. ആശകൾ 1000 എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ ജൂഡിന്റെ ഇതില് ഗോകുലം നിർമ്മിച്ച് പ്രജീത് എന്ന് പറയുന്ന ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ്, ഞാനും എന്റെ മോനും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതെ, ഞാൻ ഇന്നലെയാണ് എന്റെ ഷൂട്ട് കഴിഞ്ഞത്. എനിക്ക് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമതും എന്റെ ഫാമിലി, എന്നെ ഇഷ്ടപ്പെടുന്ന ഫാമിലി ഓഡിയൻസിന്റെ മുമ്പിൽ എനിക്ക് ധൈര്യമായിട്ട് കൊണ്ടു നിർത്താവുന്ന ഒരു സിനിമയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ രാജശേഖര രാജാവായും ആശകൾ 1000-ലും ഗംഭീരമാവട്ടെ. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം അടുത്തിടെ ഈ വന്നിരുന്ന ഈ സ്വർണ്ണപ്പാളി വിവാദമൊക്കെ ചെറിയ ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, അതല്ല, ഇത് ഒരു 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന, 50 വർഷത്തിന് മുകളിലായി, എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് പോകുന്നതാണ് അയ്യപ്പനെ കാണാൻ. അപ്പൊ അങ്ങനെ പോകുന്ന ഒരാൾക്ക് പെട്ടെന്നൊരാൾ വിളിച്ചിട്ട് പറയുന്നു, എന്റെ സ്വപ്നത്തിൽ ജയറാം വന്നിട്ട് പൂജ ചെയ്യണമെന്ന് എന്റെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം പോറ്റി എന്നെ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് നിയോഗമാണ്, അയ്യപ്പൻ എനിക്ക് തന്ന നിയോഗമാണെന്ന് വിചാരിച്ചിട്ടാണ് ആ കാണുന്ന പൂജയിൽ ഞാൻ പോയിരുന്നത്. അത് എനിക്ക് അയ്യപ്പൻ തന്ന അനുഗ്രഹമാണെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഇത്രയും ഒരു ഇതാവുന്ന പിൽക്കാലത്തിന് 5 വർഷത്തിന് ശേഷം പാവം വീരമണി സാർ ഇരുന്ന് പാട്ട് പാടുക. ഞങ്ങൾ 2 പേരിൽ നിന്ന് പാട്ടും പൂജയും എല്ലാം ഉണ്ടായിരുന്നു.
ഈ ദേവസ്വം വിജിലൻസുകാരെ ഒരു മെയിൽ അയച്ചാൽ അതിനോട് പൂർണ്ണമായിട്ടും മറുപടി കൊടുക്കുമല്ലോ അല്ലേ? അയ്യോ തീർച്ചയായിട്ടും. എന്നെ വിളിച്ചിരുന്നു അവിടുന്ന്. അവര് വിളിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എപ്പോ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ, ഞാന് എന്ത് കാര്യം അതെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടത്. ഓക്കെ, അയ്യപ്പന്റെ കാര്യമല്ലേ, നമ്മളെല്ലാം കൂടെ നിൽക്കണ്ടേ. അപ്പൊ ഗംഭീരമാവട്ടെ, ആശകളായിരം ഹിറ്റാവട്ടെ, രാജശേഖര രാജാവ് നിറഞ്ഞോടട്ടെ. താങ്ക് യു ശ്രീ ജയറാം. പടം പറ്റുകയാണെങ്കിൽ ഒന്ന് കാണണേ. തീർച്ചയായിട്ടും കാണാം, തീർച്ചയായിട്ടും കാണാം ജയറാം. ഞാൻ മെസ്സേജ് അയക്കും. താങ്ക് യു ജയറാം, താങ്ക് യു.